ഹായ്, ഞാനൊരു കൊച്ചു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ വന്നോണേ. കുഞ്ഞു കാര്യമാണെങ്കിലും അതിലല്പം കാര്യമില്ലേ എന്ന് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തോന്നും. ഞാൻ കഴിഞ്ഞ ആഴ്ച കൊച്ചി പോയ വിശേഷമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. തിരിച്ചു വന്നത് വന്ദേ ഭാരതിലാണ്. അപ്പം എൻ്റെ സീറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു അച്ഛനും ഒരു മകനുമാണ് ഇരിക്കുന്നത്. മകൻ എന്ന് പറയുന്ന ഒരു 8 വയസ്സ്, ഒരു 7-8 ആ ഒരു പ്രായം, ഒരു 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുകയായിരിക്കും കുട്ടി. മിടുക്കനായിട്ടുള്ള നല്ല കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടി കയറിയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. കാരണം നമുക്ക് അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ അറിയാലോ, വിരുവിരിപ്പാണ്. ഓക്കെ, അതൊക്കെ ആ പ്രായത്തിലെ പിള്ളേർക്കുണ്ടാവും, അതൊക്കെ നമുക്ക് നാച്ചുറലാണ്. പക്ഷേ എന്നാലും നമ്മളെന്താ ഇങ്ങനെ എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ആ ട്രെയിനിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഈ ട്രെയിനൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തു ഉടനെ തന്നെ ഈ ഫാദർ എന്ന് പറയുന്ന പുള്ളി ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ച് പുള്ളിയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. മോനാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. എനിക്ക് അപ്പോഴേ തന്നെ ചെറിയൊരു പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പാരസറ്റമോളൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ റിലാക്സ് ചെയ്ത് ഇരിക്കുവാണ്. അപ്പം എൻ്റെ നേരെ ഫ്രണ്ടിലായതുകൊണ്ട് എനിക്കിതെല്ലാം കാണാം. ഓക്കെ, നല്ല വെളിച്ചമാണല്ലോ വന്ദേ ഭാരതിൽ. രാത്രി ടൈമാണ്, 7:15 ട്രെയിനായിരുന്നു. ട്രെയിൻ വിട്ട് ഒരു ഹാഫ് ആൻ അവർ ആയപ്പോഴേക്ക് ഈ കുട്ടി ഇങ്ങനെ വിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും ഉച്ചത്തിൽ ഇങ്ങനെ ബഹളമൊക്കെ വയ്ക്കാനും അച്ഛനായിട്ട് ഇങ്ങനെ, കാരണം അച്ഛൻ ഫുൾ ടൈം ഈ ലാപ്ടോപ്പിൽ ഇങ്ങനെ പൂണ്ടിരിക്കുവാണ്. ചിലപ്പോൾ ജോലിയായിരിക്കും, നമുക്കറിയത്തില്ല, വർക്ക് ചെയ്യുമായിരിക്കാം. അതിനെ നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പലർക്കും ഇപ്പോൾ വർക്ക് ഫ്രം ഹോമൊക്കെ ഉണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് അഭിമാനം തന്നെയാണ്, അല്ലേ? അതുപോലെ തന്നെ ഞാനാണെങ്കിൽ എൻ്റെ വന്ദേ ഭാരതിലെ 2ാമത്തെ ട്രിപ്പാണ്. എനിക്ക് എത്ര വർണ്ണിച്ചാലും ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഭയങ്കര അഭിമാനം തോന്നും. ഇത്രയും നല്ലൊരു ട്രെയിൻ, ഒരു ജർക്കില്ല, എന്ത് സ്പീഡായിട്ട്, എന്ത് കംഫർട്ടബിളായിട്ടുള്ള, നല്ല കംഫർട്ടബിളായിട്ടുള്ള സീറ്റിങ്, നല്ല നീറ്റായിട്ടുള്ള എല്ലാം, മീൻസ് ഫ്ലൈറ്റിലെ പോലത്തെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ അഭിമാനത്തോടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ കുഞ്ഞിങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നു. ഇയാൾ ശ്രദ്ധിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ, ഈ കുട്ടിയുടെ വിധമൊക്കെ അങ്ങ് മാറി. അവനെന്ത് ചെയ്ത് ചെയ്യാം, ഈ ചെയറിലേക്ക് കയറി എന്നെ ഫേസ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി. ഇങ്ങനെ നമുക്കറിയാമല്ലോ, ഇങ്ങനെ പിടിച്ച കുട്ടികളിങ്ങനെ താടിയൊക്കെ ഇവിടെ വെച്ച് ഇങ്ങനെ. അപ്പം ഞാനിങ്ങനെ പതുക്കെ, അപ്പോൾ എനിക്ക് കാണാൻ സൈഡിൽ കൂടെ എന്താ ചെരുപ്പിട്ടോളാണ് അതിൽ കയറി നിൽക്കുന്നത്. ഇതിൽ കൂടെ ഒക്കെ നടന്ന് ചെരുപ്പിട്ട് ഇനിയും അവിടെ ഒരാൾ ഇരിക്കാനുള്ളതാണ്. അല്ല, എന്നെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്, ഞാനും ചിരിച്ചു, കൊച്ചാണ് അല്ലേ. അപ്പം ഞാനിങ്ങനെ കൈ വെച്ച് കാണിച്ചു, ചെരുപ്പ് ഷെയിം എന്ന് കാണിച്ചു. പറയാൻ പറ്റില്ലല്ലോ നമുക്ക്, ഇനി അവർക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലേ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പം ഞാൻ അങ്ങനെ കാണിച്ചു. അപ്പോൾ കുട്ടി ചെരുപ്പിൽ നോക്കുന്നുണ്ട്, അവൻ എന്നിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ല. അവൻ അങ്ങനെ അതും കഴിഞ്ഞ് അപ്പോൾ ഈ അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ കുട്ടി ബഹളം വയ്ക്കുന്നു, ഇയാൾ നോക്കുന്നില്ല. ചുറ്റുമുള്ളവരൊക്കെ ഇങ്ങനെ ഈ കുട്ടിയെ തന്നെ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ട്. വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു കുട്ടി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴും ഇവൻ അതിൽ കയറി നിന്നുകൊണ്ട് ഇതിൻ്റെ മുകളിലത്തെ ലൈറ്റ്സ് ഉണ്ടല്ലോ, റീഡിങ് ലൈറ്റ്സ്, അതിലെല്ലാം ഇങ്ങനെ ഞെക്കാനും പിടിക്കാനും, പിന്നെ എന്താ പറയുക, അതിനെ പിടിച്ച് തിരിക്കാനും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. താഴെ ആ ഫുഡ് റെസ്റ്റ് ഉണ്ടല്ലോ, ആ ഫുഡ് റെസ്റ്റ് വലിയ ശബ്ദത്തിൽ ഇങ്ങനെ ചവിട്ടിയിടുക, എന്താ പറയുക, ഒത്തിരി മറ്റേ വിൻഡോൻ്റെ, നമ്മുടെ ഗ്ലാസിൻ്റെ അതിലൊക്കെ എന്തൊക്കെയോ ഇട്ട് സ്ക്രാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. അവൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് വീണോ ഇല്ലേ അതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത്. അവൻ്റെ കയ്യിലുള്ളത് വെച്ച് ഇങ്ങനെ ചെയ്യുവാണ്. ആ ഫ്രണ്ടിൽ ആ നെറ്റിൽ ആ ഒരു നമ്മൾ ബുക്സൊക്കെ ഇങ്ങനെ വെക്കുന്നുള്ള ഒരു ഒരു നെറ്റ് ഉണ്ടല്ലോ, അത് പിടിച്ച് വലിക്കുന്നു. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നി, ഇതൊന്നുമല്ല, ഈ തൊട്ടടുത്തിരിക്കുന്ന ഇവൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഇതൊന്നുമേ അറിയുന്നില്ല. പുള്ളി ആ ലാപ്ടോപ്പിൽ തന്നെ ഒരു വാക്ക്, മോനെ ഒന്ന് അടങ്ങിയിരിക്കുക, ഇത് പബ്ലിക് പ്ലേസ് ആണ്, അല്ലെങ്കിൽ ഇത് ട്രെയിനാണ്, നീ വീട്ടിലെ പോലെ ഇങ്ങനെ കുരുത്തക്കേട് കാണിക്കരുത്, അടി കിട്ടും അടി കിട്ടും എന്ന് പറയേണ്ട സമയത്ത് നമ്മൾ പാരൻസ് അത് പറഞ്ഞിരിക്കണം. ഒരു വാക്കുപോലും അത് പറഞ്ഞില്ല. നമ്മളെല്ലാവരും വളരെ ഉത്സാഹമാണല്ലേ, നമ്മുടെ രാജ്യത്തിനെ അങ്ങനെ താഴ്ത്തി പറയാൻ, നമ്മുടെ അവിടെ വൃത്തികേടാണ്, ഇങ്ങനെയാണ്, എന്താ ഒരു വൃത്തിയില്ല, ഒരു സൗകര്യങ്ങളില്ല, പുറം രാജ്യങ്ങളിൽ നിങ്ങൾ കാണണം, നമ്മൾ അവിടേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കാണണം, ട്രെയിൻ കാണണം, എന്ത് വൃത്തി. ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ? ഞാൻ ചോദിക്കുവാണ്, ഞാൻ എന്നോടും ചോദിക്കുവാണ്, നിങ്ങളോടും ചോദിക്കുവാണ്. ഇത് കണ്ടുകൊണ്ട് ഇത് എപ്പോഴും എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ അച്ഛനോ അങ്ങനെയുള്ള പാരൻസ് ആരെങ്കിലും, ഒരാളായിരിക്കില്ലേ, ഇതുപോലെ പലരും ഉണ്ടാവും. അപ്പം എനിക്ക് അതിനേക്കാൾ എൻ്റെ തൊട്ട് പുറകിൽ വേറൊരു കുട്ടിയും, ഒരു പെൺകുട്ടിയാണത്, അതിൻ്റെ അമ്മയൊക്കെ ഉണ്ട്. അവർ ഓരോ ഇത് പറയുമ്പോഴും അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കുഞ്ഞിന്, മോളെ അങ്ങനെ ചെയ്യരുത്, കാല് താത്തി വെക്കണം, അടുത്താക്കിയിരിക്കാനുള്ളതാണ്. അതാണ് അങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് വളർത്തിയെടുക്കണം. ഓരോ പാരൻസിനും നമുക്ക് അതിനൊരു കടമയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ഇതൊരു കുഞ്ഞ് എക്സാമ്പിൾ ആണെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു. എന്നെപ്പോലെ ഒത്തിരി ആൾക്കും ദേഷ്യം വന്നിട്ടുണ്ടോ, പക്ഷെ നമുക്കത് പ്രതികരിച്ചുകൂടെ എന്ന്
എന്ന് ചോദിക്കും. ചോദിക്കും. എനിക്ക് ഒന്നാമത് വയ്യായിരുന്നു. പിന്നെ പ്രതികരിച്ചില്ല. ആക്ച്വലി എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ആ ഫാദറിനെ വിളിച്ചിട്ട് പറയണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ മോൻ്റെ അടുത്ത് ചെരുപ്പ് ഊരിയിട്ടിട്ടൊന്ന് ഇരിക്കാൻ പറഞ്ഞു. കാരണം ഇനി വരുന്നവരും അവരറിയാതെ ഇപ്പോൾ ഞാനിരിക്കുന്നതും നിങ്ങളിരിക്കുന്നതും ഇതിനു മുമ്പ് ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചവിട്ടി തൊഴിച്ചതാണെങ്കിൽ അതുപോലെ ആ സീറ്റൊക്കെ എന്ത് പുതുതായിട്ടായിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ കുറേ കാലമെങ്കിലും നമ്മളാൽ കഴിയുന്ന അത്രയും കാലമെങ്കിലും അത് നന്നായിട്ടിരിക്കട്ടെ അല്ലേ. ഇത് നമ്മുടെ തന്നെയല്ലേ, ഇതെല്ലാം നമ്മുടെ തന്നെ, നമ്മൾ ടാക്സ് കൊടുത്തത് ഇതെല്ലാം നമ്മുടെ എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് എന്ന് വരുന്നു അന്നാണ് നമ്മുടെ രാജ്യം നന്നാവാൻ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞു കൂട്ടുകാർ ഇതാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, കൊച്ചു കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആൻറ്റി പറയുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പോലെ, നമ്മുടെ വീട്ടിലെ പോലെ കരുതി ഉപയോഗിക്കണം. വേറൊരു കുട്ടി അതുപോലെ ചെയ്യുന്നുണ്ടാ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അങ്ങനെ ചെയ്യരുത്, ഇത് നമ്മുടെ എല്ലാവരുടെയും കൂടെയാണ് അല്ലേ. ആസ് എ പാരൻറ്റ് എനിക്കൊരു കുറ്റബോധം ഇല്ലാതെ തന്നെയാണ് ഞാനിത് പറയുന്നത്. കാരണം എൻ്റെ മോൻ ചെറുതായിരിക്കുമ്പം ഒരു സിംഗിൾ വേസ്റ്റ് അല്ലെങ്കിൽ ഒരു പേപ്പർ പോലും ഞാൻ അവനെ റോഡിൽ ഇടിപ്പിക്കില്ലായിരുന്നു. ഞങ്ങൾ എവിടെ പോയാലും അത് ഒന്നുകിൽ അവൻ്റെ അടുത്ത് ഞാൻ പറയാം അവൻ്റെ പോക്കറ്റിലിടാൻ, അല്ലെങ്കിൽ അവൻ്റെ ബാഗിലിടണം, തിരിച്ചു കൊണ്ടുവന്ന് അത് കളയണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളും അത് ചെയ്ത് കാണിക്കണം. ഓക്കെ, എത്ര ഇതായിക്കോട്ടെ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് കളയാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അതേപോലെ വേസ്റ്റ് ബിൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം. ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കുറേശ്ശെ ഇടപെട്ട് കഴിഞ്ഞാലും നമുക്ക് പിന്നെ ആളുകളെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് പറയാം, നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന അധികം ചിന്തിക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ചെയ്തില്ല, എൻ്റെ ഫോൾട്ടാണ്. ഇനി തൊട്ട് ഞാനും അറ്റ്ലീസ്റ്റ് ഞാനത് ഒന്ന് ശ്രമിക്കും. കാരണം അത് നമ്മുടെയും കൂടെയാണ് അല്ലേ, എല്ലാവരുടെയും കൂടെയാണ്. ഒരു പാരൻറ്റിന് അത് അറിയില്ലെങ്കിൽ അത് ചിലപ്പോൾ ശ്രദ്ധിക്കാത്തതായിരിക്കും, അറിയാത്തതല്ല. പുള്ളി നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ലാപ്ടോപ്പിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആണ്, എത്രമാത്രം സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ പുള്ളിക്ക് എല്ലാം അറിയാം. നമ്മുടെ സൊസൈറ്റിയിലൊക്കെ എല്ലാം വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു പാരൻറ്റ് തന്നെയാണത്. ആ മോൻ്റെ കുറ്റമല്ല. കാരണം പക്ഷേ ഈ കുഞ്ഞ് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതൊരു അക്സെപ്റ്റഡ് ബിഹേവിയർ ആണ് എന്ന കുഞ്ഞിൻ്റെ മനസ്സിൽ ആയിക്കഴിയും. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിൽ ഇത് ഓട്ടോമാറ്റിക്കലി അത് ആകും. വലുതാകുമ്പോഴും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ ജനറേഷൻസ് അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പം അത് പാടില്ല. ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. ഓക്കെ, ഞാൻ ചെയ്തത് തെറ്റാണ്, എനിക്കറിയാം, ഞാനത് പറയേണ്ടതായിരുന്നു. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും വണക്കം.